Al Azhar Group of Institutions, Perambalichira, Thudukoda. അത് കോൺഗ്രസിന് ഫേവർ ആകില്ല. കോൺഗ്രസ് ഇരുട്ടിൽ കിടന്ന് തപ്പാണ്. പക്ഷെ ഒരു കാര്യത്തിൽ ഞങ്ങളെല്ലാവരും യോജിക്കുന്നു, അത് രാജ്യത്ത് BJP അപകടമാണ്. ആരാണ് RSS എന്നും എന്താണ് അവരുടെ ഐഡിയോളജി എന്നും നല്ല ധാരണയുള്ളവരാണ്. എവിടെയെങ്കിലും പാളി പോയിട്ടുണ്ടോ? പ്രായത്തിനിടയിൽ സംഘടിപ്പിച്ചത് എത്രയോ കലോത്സവങ്ങളാണ്. അദ്ദേഹം ഇപ്പൊ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രം അഭിനയിക്കുന്നു, ഇയാളിപ്പോ എല്ലാ ദിവസവും അഭിനയിച്ചാണ്. ഒക്കെ വളരെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്റെ സംഘടനാ ജീവിതത്തിലെ എന്റെ ഓർമ്മയിൽ വല്ലാതെ രണ്ട് കാഴ്ചകൾ എന്റെ മനസ്സിൽ നിന്നും മായില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു മൂന്നാം മുന്നണി എന്നത് യാഥാർത്ഥ്യമാകുമെന്ന് സഖാവ് വിശ്വസിക്കുന്നു. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. Al Azhar Group of Institutions, Perambalichira, Thudukoda. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. നമസ്കാരം. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞങ്ങൾ ഫോണിൽ പല പ്രാവശ്യം സംസാരിക്കും, പക്ഷെ നേരിട്ടും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അടുത്തിരുന്ന് സംസാരിക്കുന്ന ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് റഹീം സാഹിബ്. സഖാവേ, ഒത്തിരി സന്തോഷം. നമ്മൾ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്, ഫോണിൽ സംസാരിച്ചു. പക്ഷേ വളരെ യാദൃച്ഛികമായിട്ടാണല്ലോ പലപ്പോഴും കാണുക. അതെ അതെ അതെ. മനോഹരമായ ഒരു സ്ഥലത്ത് വെച്ച് ആഘോഷത്തിന്റെ നടുവിൽ വെച്ച് കണ്ട്. അതാണ് അതെ അതെ. കൊല്ലത്ത് കൊല്ലത്ത് കളറായി നിൽക്കുന്ന കൊല്ലത്ത് വെച്ച് കാണുന്നു. അതെ അതെ. എന്തോ ഈ കൊല്ലത്ത് കലോത്സവത്തെ എന്താണ് സഖാവിന്? ഞാനിവിടെ വന്നിട്ട് കുറച്ചു നേരമായി. അതെ അതെ. ഒരുപാട് പേരുമായിട്ട് സംസാരിക്കാനും ഇടപെടാനും ഒക്കെ കഴിഞ്ഞു. സാധാരണ ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ ആളുകൾ ആരെങ്കിലൊക്കെ വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് പരാതികളൊക്കെ പറയും. ഈ നിമിഷം വരെ ഒരാളും പരാതി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, എല്ലാവരും വളരെ സന്തുഷ്ടരും. എല്ലാവരുടെ മുഖത്തെ സന്തോഷമാണ്, ആത്മവിശ്വാസമാണ്. ഗംഭീരമായ സംഘാടനം എന്നാണ് ഇതുവരെ എനിക്ക് മനസ്സിലാക്കാൻ. അല്ല, ഞാനിവിടെ കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. മിനിസ്റ്റർ എല്ലാ ദിവസവും എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വാർത്താ സമ്മേളനം നടക്കും. മിനിസ്റ്ററിന്റെ ഒറ്റ കാര്യം പറയുള്ളൂ, സംഘാടനത്തിൽ ഒരു പിഴവും പാടില്ല. എല്ലാവരും പറഞ്ഞു അത് ഓക്കെയാന്ന് പറഞ്ഞു. മിനിസ്റ്റർ സന്തോഷത്തിലാണ്. വി ശിവൻകുട്ടി മിനിസ്റ്റർ മന്ത്രിയായിട്ട് 2.5 വർഷമാണ്. പക്ഷെ അദ്ദേഹം ഈ പ്രായത്തിനിടയിൽ സംഘടിപ്പിച്ചത് എത്രയോ കലോത്സവങ്ങളാണ്. എത്രയോ സർവകലാശാല കലോത്സവങ്ങൾക്ക് അദ്ദേഹം ചെയർമാനായിട്ടുണ്ട്. എനിക്ക് തന്നെ നേരിട്ടറിയാവുന്ന കലോത്സവങ്ങൾ അദ്ദേഹം ചെയർമാനായിട്ടുണ്ട്. അതിനു മുമ്പ് എത്രയോ. പിന്നെ എന്തെല്ലാം ഇവന്റുകൾ, മികച്ച സംഘാടകനാണ്. അത് ഇവിടെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു കയ്യൊപ്പ് ഇവിടെ കാണുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സഖാവിന്റെ ഒരു ഓർമ്മ, കലോത്സവങ്ങൾ, നല്ല വിദ്യാഭ്യാസത്തിലൂടെ വന്നിട്ട് കലോത്സവം. എനിക്ക് വളരെ രസകരമായ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും കലോത്സവത്തെ സംബന്ധിച്ചുണ്ട്. 3 തരത്തിലാണ്. ഒന്നാമത്തെ കാര്യം, കലോത്സവത്തിൽ മത്സരിച്ച ഓർമ്മയാണ്. 2 കലോത്സവം കാണാൻ പോയ ഓർമ്മ. അതെല്ലാവർക്കും ഉള്ള ഓർമ്മ തന്നെയാണ്. അതെല്ലാവരുടെയും ജീവിതത്തിലുള്ള ഓർമ്മയാണ്. രസകരമായ കാര്യങ്ങളാണ്. 3ാമത്തേത് കലോത്സവം സംഘടിപ്പിച്ച അനുഭവമാണ്. ഇത് 3ഉം എന്റെ ജീവിതത്തിൽ വളരെ പ്രസക്തമാണ്. ഈ മത്സരിച്ച ഓർമ്മ സ്കൂളിൽ പഠിക്കുമ്പോൾ വളരെ രസമായിരുന്നു. എല്ലാറ്റിനും പേര് കൊടുക്കായിരുന്നു. ഒരു ബുക്കിൽ വെള്ളപ്പേപ്പറിൽ പേരെഴുതി കൊടുക്കണ്ടേ, ഞാൻ ഓർക്കാണ്. ഒരു ചുമതലയുള്ളൊരു അധ്യാപകൻ കാണും. അപ്പൊ എനിക്ക് ഏറ്റവും പാഷനായ ചില എന്നെ കൊണ്ട് സാധിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതില് ഞാൻ വളരെ ശ്രദ്ധാലുവായി തന്നെ, അത് വളരെ പരിശീലനത്തോടു കൂടി തന്നെ മത്സരിക്കുമായിരുന്നു. അതിലെല്ലാം പ്രൈസ് കിട്ടുമായിരുന്നു. ഉദാഹരണത്തിന് നാടകം. ഒരുപാട് സന്ദർഭങ്ങളിൽ ബെസ്റ്റ് ആക്ടർ, നല്ല നടൻ എന്നുള്ള പേരുണ്ടല്ലേ, നല്ല നടന, അതെല്ലാത്തിലും അത് ഭയങ്കര രസകരമായൊരു സാധനം പറയുന്നുണ്ട്. ഇവിടെ ഈ KU ജനീഷ് കുമാർ എംഎൽഎ കോന്നിയമ്മലെ ഭയങ്കര തമാശക്കാരാണ്. നമ്മുടെ DYFI ടീമാണല്ലോ. അപ്പൊ പണ്ട് നമ്മുടെ വെഞ്ഞാറമൂടാണല്ലോ എന്റെ നാട്. അപ്പൊ സുരാജണ്ണനും ഞാനും ഒക്കെ നമ്മളൊക്കെ പണ്ട് ഈ ക്ലബുകളുടെ മത്സരങ്ങളിൽ പലയിടത്തും ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ ആ അനുഭവമൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന കൂട്ടത്തില് ജനീഷ് പറഞ്ഞൊരു കവനുണ്ട്. പാവം, അദ്ദേഹം ഇപ്പൊ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രം അഭിനയിക്കുന്നു, ഇയാളിപ്പോ എല്ലാ ദിവസവും ഗംഭീരമാണ് പറഞ്ഞത്. വളരെ സ്പോണ്ടേനിയസ് ആയിട്ടാ പറഞ്ഞേ. അവർ എന്തായിട്ട് പലതും പ്രിയല്ല. അതൊക്കെ വലിയൊരു പാവം സുരാജ് വല്ലപ്പോഴൊക്കെ ഇപ്പൊ അഭിനയിക്കുന്നു, ഇയാളിപ്പോ എല്ലാ ദിവസവും അഭിനയിച്ച. അല്ല, ഈ അഭിനയം പറയുമ്പോഴല്ലേ എനിക്കിപ്പോ നമ്മൾ പറഞ്ഞു തന്നപ്പോൾ ഏറ്റവും നല്ല നടൻ എന്ന് പറഞ്ഞല്ലോ, ഞാനതെടുത്തു. പൊതുവെ എല്ലാ കാര്യത്തിലും അഭിനയിക്കുന്നതിലും ഏറ്റവും വലിയ നടൻ തന്നെ താങ്കൾ തന്നെയാണ്. ഞാൻ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും വലിയ നടൻ. അങ്ങനെ നാടകം പ്രധാനമായിരുന്നു. നാടകം നമ്മൾ എല്ലാ വർഷവും സ്കൂളിലെ കലോത്സവങ്ങളിലെ 1ാം സ്ഥാനം ഇല്ലെങ്കിൽ 2ാം സ്ഥാനം, ഒരു മികച്ച പെർഫോമൻസ്, നല്ല മത്സരം നടത്തുന്ന ഒരു സ്കൂളാണ്.
നാടകത്തിൽ ഒരു പ്രധാനപ്പെട്ട നാടകം അപ്പൊ ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. ജി ശങ്കരപിള്ളയുടെ വേനൽ വിരിഞ്ഞ പൂവെല്ലാം ഞാൻ ഓർമ്മിക്കുകയാണ്. നല്ല ഒരുപാട് നല്ല പ്രധാനപ്പെട്ട നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മോണോ ആക്ട് അഭിനയം എന്ന് പറഞ്ഞത് മോണാക്ട് 10 മിനിറ്റ് അഭിനയിച്ച് ഫലിപ്പിക്കാവുന്ന വലിയ കഴിവാണ്. അതെ, 5 മിനിറ്റ് അഭിനയിക്കുന്നത്. അങ്ങനെയുള്ള അഭിനയം പ്രധാനമായിരുന്നു. പിന്നെ എന്നിട്ട് ടാബ്ലോ, ഫാൻസി ഡ്രസ്, അതെല്ലാം നല്ല തീം, വളരെ ശ്രദ്ധയോട് തന്നെ പ്രൈസ് കിട്ടാമെന്ന നിലയിൽ തന്നെ ചെയ്യും. പിന്നെയും മത്സരിക്കണമെന്നുള്ള ആഗ്രഹത്തില് പാടാൻ അറിഞ്ഞേകൂടാ, തീരെ അറിയില്ല. അപ്പൊ ലളിതഗാനത്തിന് കൊടുക്കാൻ പറ്റില്ല, പദ്യപാരായണത്തിന് കൊടുക്കും. അതിന് പിന്നെ അധികം താളവും ബോധമല്ലോ. പിന്നെ കൊടുക്കുന്നതെന്ന് പറയും സമൂഹ ഗാനത്തിൽ കൊടുക്കും. കാരണം എല്ലാ പരമാവധി ഇവന്റുകളിൽ മത്സരിക്കണമെന്നുള്ള ആഗ്രഹമാണ്. പിന്നെ കോളേജ് ഡിഗ്രിക്ക് പോയപ്പോഴും ഒക്കെ ഇത് തന്നെയായിരുന്നു. നാടകം, തിയേറ്റർ ആയിരുന്നു പ്രധാനപ്പെട്ട. പിന്നെ സ്കിറ്റ്, സർവകലാശാലയിലേക്ക് പോയപ്പോഴേക്കും സർവകലാശാല കലോത്സവങ്ങളിൽ സ്കിറ്റ്, മൈമ, ഇതെല്ലാം പ്രധാനപ്പെട്ട ഇവന്റാണല്ലോ. വളരെ രസകരമായ ഒരു കാര്യം, അത് എല്ലാ മത്സരങ്ങൾക്കും പേര് കൊടുത്തിരുന്നത് ഞാൻ ഒരെണ്ണത്തിൽ മാത്രം കൊടുക്കില്ലായിരുന്നു. അതെനിക്ക് തീരെ പറ്റില്ല എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. അത് പ്രസംഗോത്സവമാണ്. എനിക്ക് പ്രസംഗിക്കാൻ ഭയങ്കര എഴുതിയാണ്. എനിക്ക് പ്രസംഗിക്കാൻ അറിയും എന്ന് എനിക്കന്ന് അറിയില്ലായിരുന്നു. കാരണം എനിക്ക് തീരെ പരിചയമില്ലാത്ത, എനിക്ക് ഒട്ടും പറ്റാത്ത പാട്ടിൽ പോലും സമൂഹഗാനത്തിൽ പോയി പേര് കൊടുക്കുന്ന ഞാൻ പ്രസംഗത്തിൽ എന്റെ ഒരു ദിവസം ഒരു മത്സരത്തിൽ ഞാൻ മത്സരിച്ചിട്ട് എനിക്കത് പറ്റുമെന്ന് അറിയില്ലായിരുന്നു. അത് ഞാൻ തിരിച്ചറിയുന്നത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. പിന്നെ പ്രസംഗ മത്സരങ്ങൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തിരിച്ചറിഞ്ഞ രാഷ്ട്രീയത്തിലൂടെയാണ് പ്രസംഗം. അത് വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ പ്രസംഗിക്കാൻ കഴിയുന്ന ആളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. വളരെ യാദൃച്ഛികമായി. പിന്നീട് പ്രസംഗ മത്സരങ്ങളിൽ, ഡിബേറ്റുകളിൽ ഓക്കെ, നമ്മുടെ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. ആ ടീമിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ ടീമിൽ തുടർച്ചയായി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് സർവകലാശാല കലോത്സവങ്ങളെല്ലാം, ഈ കൊല്ലത്ത് നടന്ന സർവകലാശാല കലോത്സവത്തിലെല്ലാം വന്ന് പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് പ്രസംഗ മത്സരത്തിൽ തൊട്ടപ്പുറത്ത് ഫാത്തിമ മാതാ കോളേജിലായിരുന്നു വെന്യൂ, ഞാൻ ഓർമ്മിക്കുകയാണ്. അന്ന് ജഡ്ജ് ചെയ്യാൻ വന്നതിൽ ഒരാൾ കണിയാപുരം രാമചന്ദ്രനായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഈ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്നു. അങ്ങനെ കൊല്ലത്ത് കലോത്സവം സംഘടിപ്പിച്ച SFI രംഗത്തൊക്കെ നിൽക്കുമ്പോൾ കലോത്സവം സംഘടിപ്പിച്ച ഓർമ്മയുണ്ട്, കലോത്സവത്തിൽ പങ്കെടുത്ത ഓർമ്മയുണ്ട്. അങ്ങനെ ഇന്ന് വളരെ സംഘാടകൻ എന്ന നിലയിൽ മികവ് തെളിയിച്ച ഏറ്റവും ഓർമ്മയിലിരിക്കുന്നത് കലോത്സവം തന്നെ സംഘടിപ്പിച്ചത് ഞാൻ ആറ്റിങ്ങലിൽ വെച്ചൊരു കലോത്സവം, കേരള സർവകലാശാല യൂണിയന്റെ ഒരു കലോത്സവം സംഘടിപ്പിച്ചു. അത് വലിയൊരു അനുഭവമായിരുന്നു. നല്ല നിലയിൽ പ്രശംസ പിടിച്ചു പറ്റാൻ പറ്റിയ, കുറ്റമറ്റ നിലയിൽ നടത്താൻ പറ്റിയ മികച്ച രീതിയായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, അന്ന് സമൂഹഗാനത്തിനൊക്കെ ജഡ്ജസ് ആയിട്ട് വന്നത് ആരൊക്കെ? നമ്മുടെ MJ ചന്ദ്രനായിരുന്നു ഒരു ജഡ്ജ്. അങ്ങനെ വളരെ പ്രമുഖരായ വിധികർത്താക്കളെയെല്ലാം കൊണ്ടുവന്ന് നന്നായി തന്നെ ആ പരിപാടി നടത്താൻ കഴിഞ്ഞ് ഞാൻ ഓർമ്മിക്കുക. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ട്രോളുകളൊക്കെ എങ്ങനെ എൻജോയ് ചെയ്യുന്നു? എല്ലാം വളരെ ഭംഗിയായി തന്നെ നമ്മള് ചെയ്യുന്നത്, വളരെ ഡെഡിക്കേഷനോട് കൂടി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം അതിനകത്തൊരു ആസ്വാദനം വരും, ഈ ഹാപ്പിനെസ് വരും. ഫേസ്ബുക്കിലൊക്കെ ആക്റ്റീവാണ്, സോഷ്യൽ മീഡിയ ആക്റ്റീവാണ്, പല കാര്യങ്ങൾക്കും കമന്റുകൾ വരും അല്ലെ? എനിക്കും ഒത്തിരി നെഗറ്റീവ് കമന്റുകൾ വരുന്ന വ്യക്തിയാണ്. കോമൺ ആയിട്ട് പറയാം, കമന്റുകൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ട്രോളുകൾ ശ്രദ്ധിക്കും. എനിക്കെതിരായ ട്രോളുകൾ, നല്ല ട്രോളുകളാണ് അത് ആസ്വദിക്കുന്നത്, നന്നായിട്ട് ആസ്വദിക്കുക. നമ്മൾ ശ്രദ്ധിക്കുന്നോണ്ടാണല്ലോ ട്രോളുകൾ വരുന്നത്. അതെ, അല്ല വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളുടെ പേരിൽ ട്രോൾ വരില്ലല്ലോ. ഒരു ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന ഒരാളുടെ പേര് ട്രോൾ വരില്ലല്ലോ. നമ്മള് ട്രോളുകൾ കൂടുതൽ വരുന്നതിന്റെ അർത്ഥം നമ്മൾ കൂടുതൽ സിഗ്നിഫിക്കന്റ് ആയി മാറുന്നു, പ്രൊമിനന്റ് ആയി മാറുന്നു എന്നുള്ളതാണ്. വെൽക്കമിങ് ആയ ഒരു കാര്യമാണ്. ഞാൻ നല്ല ട്രോളാണ്, ചിലത് വളരെ മോശപ്പെട്ടത് വരും, അതിനെ നമ്മൾ അവഗണിക്കുക എന്നുള്ളതാണ്. നല്ല ട്രോളുകളുണ്ട്. നല്ല ചില ട്രോളർമാരെയൊക്കെ ഞാനിങ്ങനെ തേടിയിട്ടുണ്ട്. ഇത് കൊള്ളാതാരാ. ഞാന് കോവിഡ് വന്നിട്ട്, ഞാൻ അന്ന് ക്വാറന്റൈൻ ഒക്കെ ഉള്ള സമയമാണ്. കോവിഡ് വന്നില്ല, ഓഫീസിൽ ഒരാൾക്ക് കോവിഡ് വന്നിട്ട് ക്വാറന്റൈനിൽ പോയിട്ടുണ്ട്. അപ്പൊ ക്വാറന്റൈനിപ്പോ ട്രോളായിട്ട് ഒരാൾക്കിടെ എഴുതിയിട്ടു, ഞങ്ങളുടെ നേതാവ് ഇങ്ങനെ ക്വാറന്റൈനിൽ ഇരുന്ന് 14 ദിവസം കൊണ്ട് അദ്ദേഹം ഈ മാസ്ക് തുന്നാൻ പോവാണ്. മാസ്ക് ഇത്ര ദിവസം കൊണ്ട് എത്രയോ 1000 മാസ്ക്, ഒരു നമ്പർ പറയുന്നുണ്ട്. വളരെ ഗൗരവ സ്വഭാവമുള്ള ഒരു ട്രോള്. ഇത് ഒരുപാട് പേര് വിശ്വസിച്ചിട്ട് എന്നെ വിളിച്ചിട്ട്, അല്ല അത് ഈ ആരോഗ്യ പ്രവർത്തകർ സമ്മതിക്കുമോ? കാരണം ക്വാറന്റൈനിൽ ഇരിക്കുന്ന ഒരാൾ തുന്നുന്ന മാസ്ക് പുറത്ത് ഉപയോഗിക്കാൻ പറ്റുമോ?
എന്നൊക്കെ ഗൗരവത്തോട് കൂടി നല്ല ട്രോളായിരുന്നു. അല്ല അത് ഗംഭീര ചോദിക്കണല്ലോ കോണ്ടന്റിംഗ് എങ്ങനെ വെക്കാൻ പറ്റും, അതും വിശ്വസിച്ച ആളുകൾ വരുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ട്രോളുണ്ട്. ട്രോളൊക്കെ ഭയങ്കര രസകരമായ ട്രോളുണ്ടായിരുന്നു. ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥ പലതും എനിക്കുണ്ടാവും എല്ലാവരും. അപ്പോൾ എന്തായിരിക്കും സഖാവ് ചെയ്യുക? ദുഃഖകരമായ ഒരുപാട് സന്ദർഭങ്ങൾ വ്യക്തി ജീവിതത്തിൽ വന്നിട്ടുണ്ട്. സംഘടനാ രംഗത്തും ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സഹാക്കളിലൊക്കെ രക്തസാക്ഷികളായ സന്ദർഭങ്ങളിൽ ഒക്കെ നമ്മൾ ഒരുപാട് ദുരന്തം, വളരെ ഒരുപാട് പേരുടെ മരണം, അപ്രതീക്ഷിതമായ മരണങ്ങൾ ഒക്കെ വളരെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുന്നുണ്ട്. എന്റെ സംഘടനാ ജീവിതത്തിലെ എന്റെ ഓർമ്മയിൽ വല്ലാതെ രണ്ട് കാഴ്ചകൾ എന്റെ മനസ്സിൽ നിന്ന് മായില്ല. ഈ പറഞ്ഞ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിനു പുറമെ ഒന്ന് റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ അഭയാർത്ഥി ക്യാമ്പിൽ പോയതാണ്. അത് അഭയാർത്ഥി ക്യാമ്പിലേക്ക് പോകുമ്പോൾ അന്ന് പി എം മുഹമ്മദ് റിയാസ്, ഇന്നത്തെ മന്ത്രി, അന്ന് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഡെലിഗേഷനാണ് ഞങ്ങൾ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ അഭയാർത്ഥി ക്യാമ്പിൽ പോകുന്നത്. അവിടെ പോകുമ്പോ ദാരിദ്ര്യവും പട്ടിണിയും നേരിൽ കണ്ടു ഞാൻ. ഞങ്ങൾ ആ ക്യാമ്പിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയൊരു മൈതാനത്താണ്, ഈ ചപ്പുചോറുകൾ കൊണ്ടു കൂട്ടുന്ന ഒരു മൈതാനത്താണ് ഇവരിങ്ങനെ ടാർപ്പയൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നത്. പാവങ്ങൾ, 100 കണക്കിന് മനുഷ്യർ. അതിൽ സ്ത്രീയുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും അവിടെ തന്നെയാണ്. അവരുടെ പശുക്കളുണ്ട്. ഞങ്ങള് ടൈഗർ ബിസ്ക്കറ്റുമായിട്ട് ഇങ്ങനെ പോവാണ്. അതേ ഉള്ളൂ കൊണ്ടുപോവാണ്. ഒരു പാക്കറ്റ്, ഒരു വലിയ കാർഡ്ബോർഡാണ്. ഞങ്ങളുടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഓടി വന്നിട്ട് ഈ ടൈഗർ ബിസ്ക്കറ്റിന് വേണ്ടി പിടിച്ചു പറിക്കുന്ന കുഞ്ഞുങ്ങളെ എന്റെ ജീവിതത്തിൽ മറക്കാനാവില്ല. അന്ന് കണ്ണു നിറഞ്ഞിട്ടുണ്ട്. എന്റെ മാത്രമല്ല, ഞങ്ങളെല്ലാവരുടെയും പരസ്പരം നോക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് മനസ്സിലൊരു വേദന ജനിപ്പിക്കുന്നു. അതിന് ഒരിക്കലും മറക്കാനാകാത്ത, നെഞ്ചു പിളർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെ അഭയാർത്ഥികളായി കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ. പിന്നീട് ഞാൻ നെഞ്ച് വേദനിച്ചു പോയത് ഒടുവിൽ മണിപ്പൂരിൽ സന്ദർശനം നടത്തുമ്പോഴാണ്. ആ നേക്കഡ് പരേഡ് നടത്തിയ സ്ത്രീ ഉണ്ടല്ലോ, ഒരു കൂട്ടം പേര്, അതിലെ ഒരു വിക്ടിമിന്റെ അമ്മയുടെ മുമ്പിൽ ഇരുന്നപ്പോഴാണ്. ഇന്ത്യ പ്രതിനിധി സംഘത്തിനൊപ്പം മണിപ്പൂരിൽ പോയപ്പോൾ അവരുടെ റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഞങ്ങൾ പോയി. അപ്പോൾ അവിടെ അവരിങ്ങനെ വല്ലാതെ, അവരുടെ മുമ്പിൽ നമ്മൾ വാക്കുകൾ നിശബ്ദമായി പോയ നിമിഷങ്ങളായി. കണ്ണുനീർ കൊണ്ടല്ലാതെ അവരോട് സംവേദിക്കാനായില്ല. എന്റെ മനസ്സിൽ വല്ലാതെ നിൽക്കുന്ന അനുഭവങ്ങളാണ്. പിന്നെ അതല്ലാതെ കണ്ണു നിറയുകയും നന്നായി കരയുകയും വേദനിക്കുകയും ചെയ്ത ഒട്ടനവധി അനുഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബന്ധുക്കളുടേതാകാം, സഖാക്കളുടേതാകാം, അപ്രതീക്ഷിത മരണങ്ങൾ, രക്തസാക്ഷിത്വങ്ങൾ, ഇതെല്ലാം വല്ലാതെ ഹൃദയം പിളർക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ, ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വന്നിരിക്കുമ്പോൾ പല ചർച്ചകൾ ഞാനൊക്കെ കാണുന്നതാണ്, താങ്കളുടെ ചർച്ചകളാണ്, എതിർക്കൂട്ടരൊക്കെ ഇരിപ്പുണ്ട്. ചർച്ച കഴിയുമ്പോൾ എന്താണ് തോന്നുക? രണ്ടു തരത്തിൽ തോന്നാറുണ്ട്. ചിലപ്പോ സന്തോഷം തോന്നാറുണ്ട്, ചിലപ്പോ ചിലത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ, ചില പോയിന്റുകൾ വിട്ടുപോയല്ലോ എന്നൊക്കെ തോന്നാറുണ്ട്. ഈ രണ്ടനുഭവങ്ങളാണ്, മറ്റൊന്നുമില്ല. ചിലത് നന്നായി പറഞ്ഞു എന്നുള്ളൊരു ആത്മസംതൃപ്തി തോന്നും. ചില റീഡ് ചെയ്യുന്നവർ ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്നതായിട്ട് തോന്നുന്നു. ഇപ്പൊ സഖാവ് ചർച്ചയ്ക്ക് ഞാൻ റീഡറാണ്, സഖാവിന് തന്നെ തോന്നുവാണ് ഇത് എന്റെ കൂടെ അല്ല, മറ്റുള്ളവരുടെ കൂടെയാണ് നിൽക്കുന്നത്, മറ്റു പാനലിന്റെ കൂടെയാണ്, അങ്ങനെ തോന്നാറുണ്ട് ചർച്ചയ്ക്ക് ഇരിക്കുന്നത് റീഡറോ? അത് പലപ്പോഴും നമ്മൾ പോകുമ്പോൾ ഈ പാനലിലുള്ള എതിരിലുള്ള രണ്ടുപേര് പിന്നെ ഈ അവതാരകനും എതിരായിട്ട് സംസാരിക്കാനായിരിക്കും കൂടുതൽ സന്ദർഭങ്ങളിലും പോകേണ്ടി വരിക. അതങ്ങനെ തന്നെ ആയിരിക്കും. ഈ 3 പേരെയും കണക്കാക്കിയാ പോകുന്നത്. സ്റ്റഡി ചെയ്യില്ലേ? അത് തീർച്ചയായിട്ടും സെന്ററിൽ നിന്ന് തന്നെയാണ് നമ്മളെ നിയമിച്ചു വിടുന്നത്. ഇന്ന ചർച്ചയ്ക്ക് പോകണമെന്നൊക്കെ സെന്ററിൽ പറയാറുണ്ട്. പിന്നെ പൊതുവിലുള്ള ഒരു ധാരണ ആ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് പൊതുവിൽ എല്ലാവർക്കും നൽകാറുണ്ട്. എവിടെയെങ്കിലും പാളി പോയിട്ടുണ്ടോ? പറഞ്ഞത് പാളി പോയിട്ടുണ്ടോ? ഇല്ല, പാളി പോയിട്ടില്ല. പക്ഷേ കൂടുതൽ പറയാമായിരുന്നു എന്ന് തോന്നിയ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. കൂടുതൽ മെച്ചപ്പെടുത്താവുന്ന, മോശപ്പെട്ട അല്ലെങ്കിൽ പാളിപ്പോവാന്ന് പറഞ്ഞാല് പാർട്ടി ലൈനിന് വിരുദ്ധമായി എവിടെയും വീണിട്ടില്ല ഇതുവരെ ഒരാൾ. എങ്കിലാ പാളിപ്പോവില്ലെന്ന് പറയാം. എങ്കിലാ എന്നെ സംബന്ധിച്ച് CPM പാർട്ടിനെ സംബന്ധിച്ച് പാളിപ്പോവാന്ന് പറയാം. അങ്ങനെ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. പാർട്ടിയുടെ ലൈനിനകത്ത് നിന്നുകൊണ്ടല്ലാതെ എന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതേസമയം ചിലപ്പോ പെട്ടെന്ന് ദേഷ്യം കൂടി വന്നിട്ടുണ്ട്. അതും അതും ചിലപ്പോ അങ്ങനെ വരാൻ പാടില്ല. പക്ഷെ ചിലപ്പോ നമ്മുടെ നിയന്ത്രണാതീതമായി പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പരമാവധി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ചിലപ്പോൾ പോയിട്ടുണ്ട്. മനുഷ്യനാണല്ലോ. റൈൻസാവിന്റെ ചർച്ച കേൾക്കുമ്പോൾ ഒരു സ്ഫുടമായിട്ട് പറഞ്ഞു പോകുന്നതാണ് എല്ലാവരും പറഞ്ഞത്. ഈ പറഞ്ഞ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. ഞാനത് സ്വയം ജഡ്ജ് ചെയ്യുന്ന ആളാണ്. ചിലപ്പോ നമ്മളിപ്പോ ബഹളം വെക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് എന്ന് കരുതുന്ന ഒരാളാണ്.
മൂന്നാമത് കൂടുതൽ പറയാമായിരുന്നു, ചിലത് വിട്ടുപോയി, ഇന്ന പോയിന്റ് വിട്ടുപോയി, ചില ചരിത്ര ഓർമ്മകൾ ചിലപ്പോൾ വിട്ടുപോയി എന്നിരിക്കും. അല്ലെങ്കിൽ ഈ ആംഗിളിൽ പറഞ്ഞാൽ അത് നല്ലതായിരിക്കും. ഡിഫൻസ് എടുക്കുകയാണല്ലോ, ചിലപ്പോൾ നമ്മള് ഒഫൻസീവ് ആവുകയാണ്. ഏതായാലും ചില ആംഗിൾ വെക്കുന്നത് നല്ലതായിരിക്കും. ആ ആംഗിളിലായിരിക്കില്ല ഒരു പക്ഷേ ഞാൻ പറയാം. ഇറങ്ങിട്ട് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ സ്വമേധയോ ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞിട്ടോ അതായിരുന്നല്ലോ എന്ന് തോന്നിയിട്ട് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷം.